വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് ഓഫേഴ്സിൽ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളുടെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഒരു ഗൗൺ ഡ്രസ്സാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആയി പോയതിന് കാരണം ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ലോങ് വീഡിയോ ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം. കാരണം ഞാൻ ഈ 400 സംതിങ്ങിന് ഈ ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ ഇത്രയും ഫ്ലെയർ ഉള്ള ഒരു ഗൗൺ ആയിരിക്കുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇത് സെപ്പറേറ്റഡ് ആണ്. ഇതൊരു ജാക്കറ്റ് സംഭവം സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ എക്സൽ സൈസിലാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഗൗൺ എനിക്ക് പെർഫെക്റ്റ് ഫിറ്റായിരുന്നു. പക്ഷേ ഈ ഒരു ഹാൻഡ്സൊക്കെ വന്നിട്ട് കുറച്ച് ലൂസാണ്. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ലാർജ് എടുത്താൽ ചിലപ്പോൾ ടൈറ്റായി പോകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സൽ തന്നെ എടുത്തത്. ചിലപ്പം വലുതാവുകയാണെങ്കിൽ നമുക്ക് ഓൾട്ടർ ചെയ്ത് എടുക്കാമല്ലോ. അങ്ങനെ ഞാൻ വാങ്ങിയൊരു ഡ്രസ്സാണ്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ. എനിക്ക് നല്ല ചേരുന്ന ഒരു കളറും കൂടിയാണ്. എല്ലാവരും പറയും ഈ വയലറ്റ്. അപ്പോൾ ഞാൻ വയലറ്റ് ഒത്തിരി ഡ്രസ്സുകൾ ഞാൻ ചൂസ് ചെയ്യാറുണ്ട്. എപ്പോഴും എടുക്കുമ്പോൾ വയലറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ കൂടിയാണ്. അപ്പോൾ ഇതെടുത്തപ്പോൾ ഞാൻ ഇത്രയും നല്ല ഫ്ലെയർ, നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ കാണുന്ന ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും എത്ര ഫ്ലെയർ ഉണ്ട് എന്നുള്ളത്. ഇത് ഹാൻഡ്സ് ഇല്ല, ഗൗണിൽ ഹാൻഡ്സ് ഇല്ല. അതിന് പകരമാണ് ഈ ഒരു ജാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നല്ല ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഇതിന് നല്ല മാച്ചായിട്ട് ഒരു ഗോൾഡൻ വർക്കുകളാണ് ഈ ഡ്രസ്സിലും. ഫുൾ ആ ഒരു കണ്ടോ ഗോൾഡൻ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട്. സെക്കൻഡ് ഡ്രസ്സ് ഇത് എനിക്ക് മാത്രമേ ഇനി ലാസ്റ്റ് എന്താ പറയുക, ലാസ്റ്റ് ഞാനായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. എല്ലാവരും മേടിച്ച് കഴിഞ്ഞിട്ട് മേടിച്ചത് ഞാനായിരിക്കും എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ മേടിക്കാത്തതുകൊണ്ട് ഒന്ന് മേടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. ചിക്കൻ കറി കുർത്തി, സിമ്പിൾ കുർത്തിയാണ്. ഞാനെടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ്. ഞാനും അനിയത്തിക്ക് ബ്ലാക്ക് കൊടുത്തു, ഞാനിതിൽ ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തു. ഇത് 300 റുപ്പീസാണ്. ഇതിൽ പക്ഷേ മിറർ വർക്കില്ല കേട്ടോ, ഇന്നറും ഇല്ല. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഈ ഒരു ടോപ്പ് മാത്രം വന്നിട്ട് ഫുള്ള് ഞാൻ ഈ സൈഡിൽ കാണിക്കാം. ടോപ്പ് മാത്രമാണ് 300 280 ആണെന്ന് തോന്നുന്നു. 280 രൂപ എന്തോ ആണ്. ഇന്നർ ഉള്ളത് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്തില്ല. കാരണം അതിൻ്റെ ഇന്നർ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ഇന്നർ ആയിരിക്കും. നമ്മുടെ എന്തെങ്കിലും ബ്ലാക്ക് കളർ ചെറിയ ഇന്നർ ഇടുന്നതായിരിക്കും ഇതൊരു ഭംഗിയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ബ്ലൂ കളറാണ് ഞാൻ എടുത്തത്. വേറെ കളറ് റെഡൊന്നും എടുത്തില്ല. റെഡൊക്കെ നോക്കണം ഇനി. അതേ സെയിം ഇതിൽ തന്നെ വരുന്ന ഒരു ഷോർട്ട് ചിക്കൻ കറി കുർത്തി കൂടി ഞാൻ എടുത്ത് നോക്കി. ബ്ലാക്ക് കളറിലാണ് ഞാൻ എടുത്തത്. ഷോർട്ട് കുർത്തി വന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനൊരു വർക്ക്. ലെങ്ത് അധികമില്ല, ഇത്രയാണ് ലെങ്ത്. ഞാൻ ഇത്രയും ലെങ്ത് പ്രതീക്ഷിച്ചില്ല. ലെങ്ത് ഇച്ചിരി കൂടുതലാണ്. നമുക്കൊരു ടോപ്പ് പോലെയൊക്കെ തന്നെ കിടക്കും. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ ട്രാൻസ്പെറൻ്റ് അല്ല, ഹാഫ് ട്രാൻസ്പെറൻ്റ് അല്ല, ബാക്കി ട്രാൻസ്പെറൻ്റ് ആണ്. ഇതുവരെ ലൈനിങ് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടാണ് ട്രാൻസ്പെറൻ്റ് വന്നിട്ട്. അപ്പം ഫുൾ വീഡിയോ ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും 200 സംതിങ് ആണ്. അപ്പോൾ ഞാൻ ഷോർട്ടും എടുത്ത് നോക്കി, ലോങ്ങും എടുത്ത് നോക്കി, എന്താ ഡിഫറൻസ്, എന്താ ഇതിൽ വരുന്നതെന്ന്. മെറ്റീരിയൽ എല്ലാം സെയിം ആണിത്. ഇനി ഞാൻ 3 അടിപൊളി സ്വെറ്റ് ഷർട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഓരോരോ വീഡിയോയും ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഷോർട്സിലിടുമ്പോൾ എന്താ അറിയോ, നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഷോർട്സിൽ നമ്മൾ ഇപ്പോൾ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റത്തില്ല. അത് അവർ എന്തോ ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഒത്തിരി പേര് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താലും നമുക്ക് ഇൻസ്റ്റയിൽ കുഴപ്പമില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. പക്ഷേ അതുപോലെ നമുക്ക് ഷോർട്സിൽ പറ്റുന്നില്ല, യൂട്യൂബിൽ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സംഭവം ഫസ്റ്റ് എല്ലാത്തിൻ്റെയും ക്ലിയറൻസ് സെയിലിൽ എനിക്ക് കിട്ടിയതാട്ടോ. ക്ലിയറൻസ് സെയിലിൽ എല്ലാം ഇത് 160, ഇത് 190 ആണ്. 190 രൂപയായിരുന്നു ഇത് രണ്ടെണ്ണവും. 180. ഇത് വന്നിട്ട് 165 ആയിരുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇനി ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു നല്ല തിക്ക് മെറ്റീരിയൽ കേട്ടോ. ഇത് നമ്മൾ ഷോപ്പിൽ പോയി മേടിക്കുകയാണെങ്കിൽ എന്തായാലും 500 ആ ഒരു റേഞ്ച് കൊടുക്കണം. പക്ഷേ സൈസ് എനിക്ക് എന്താ പറയുക, ഞാൻ എല്ലാം എക്സലാണ് എടുത്തത്. പക്ഷേ ലാർജ് കൊടുത്താൽ മതിയായിരുന്നു. ഭയങ്കര ഓവർ സൈസ്ഡ് ആയിട്ടിടാൻ അടിപൊളിയാണ്. മെറ്റീരിയലിൽ വരുന്ന ഹുഡീസാണ് ഇത്. എല്ലാം ക്ലിയർ, പെട്ടെന്ന് തീർന്നു പോകുമായിരുന്നു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഈ ഒരു റേഞ്ചല്ലേ ഉള്ളൂ, കാരണം 190 ഉള്ളൂ, അതുകൊണ്ട് എടുത്തത്. ഈ ഒരു കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ഭയങ്കര മഞ്ഞ കളറ്. എന്തായാലും കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ എടുത്തു. അല്ല, ഇതൊരു സ്വെറ്റ് ഷർട്ടാണ്, അത്യാവശ്യം വണ്ണത്തിലിടാൻ പറ്റുന്ന സ്വെറ്റ് ഷർട്ട്. പിന്നെ ഒരു പിങ്ക് കളർ, ഇത് കുറച്ച് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ കേട്ടോ. ഇതിങ്ങനെ അടുപ്പിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് 160 എന്തോ ഉള്ളായിരുന്നു, അതുകൊണ്ട് വാങ്ങിയതാണ്.
ക്ലിയറൻസ് സെയിൽ കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ ചാടിക്കയറി പർച്ചേസ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോ റിട്ടേൺ നോ എക്സ്ചേഞ്ച് ആണ്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. ഇതിൻ്റെ അജിയോടെ ഓഫർ കിട്ടാൻ വേറൊരു വഴിയുണ്ട്. കാരണം 1500 എബോവ് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്ത് ഓർഡർ ചെയ്ത് പിന്നെ ക്യാൻസൽ ചെയ്യണം നമുക്ക് ആവശ്യമില്ലാത്തത്. ഇതൊക്കെ ഒരു 2-3 ഞാൻ കാർട്ടിൽ ആഡ് ചെയ്യും, എന്നിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. എങ്കിലേ നമുക്ക് ആ ഒരു ഓഫർ കിട്ടുള്ളൂ, 160ക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഓഫർ വരത്തില്ല കേട്ടോ. അങ്ങനെ 1500 നമ്മൾ ഗൂഗിൾ പേ മൊത്തത്തിൽ ഇങ്ങനെ 1500 എബോവ് വരുമ്പോൾ നമുക്ക് ആ കൂപ്പണും കൂടി എൻട്രി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഓഫറിൽ വരുന്നത്. ബാക്കി നമുക്ക് വേണ്ടാത്തത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കാശ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് അജിയോയിൽ ഓഫർ ചെയ്യേണ്ടത് കേട്ടോ. ഇനി വീണ്ടും ഒരു ഷോർട്ട് കുർത്തിയാണ് കാണിച്ചു തരുന്നത്. ഇതൊരു ഗ്രീൻ കളർ കോളർ നെക്കൊക്കെ വന്നിട്ട് ഒരു ഫുൾ സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ഒരു കുഞ്ഞി ടൈ ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഫുൾ സ്ലീവ് വരുന്ന അതാണ്. അതിൻ്റെ ഏറ്റവും താഴെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഭംഗിയുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു എന്താ പറയുക, ഇതിനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ അതാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി, ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇതൊരു കോട്ടൺ മെറ്റീരിയലുള്ള ഒരു കുർത്തിയാണ്. നമ്മുടെ ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഇതാണ്. ഫ്രണ്ടിലിതാ ഇങ്ങനെ കുറച്ച് ബട്ടണുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റെഡ് ഞാൻ ഫസ്റ്റ് ടൈം വീഡിയോ ഈ മീഷോ ഹാൾ ചെയ്തപ്പം ഫസ്റ്റ് ടൈം ഇതിൻ്റെ ഒരു റെഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്ത് ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷേ വന്നത് കുറച്ച് കോട്ടൺ മെറ്റീരിയലാണ്. ആ ഒരു മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി അടുത്ത കാണിച്ചു തരുന്നത് 80,000 പേര് മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ആലോചിക്കുകയും ചെയ്തു, 80,000 പേര് ഇത് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം അവിടെ വീണിട്ടുണ്ട്. ഓക്കെ, 80,000 പേര് ഓർഡർ ചെയ്തൊരു ഡ്രസ്സ്. അപ്പം ഞാൻ മാത്രം എന്തുകൊണ്ട് ഇത് വാങ്ങിയില്ല എന്നാലോചിച്ച്. ഇത് ഒരു 200 ഉണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ പ്രൈസ് ഞാൻ കൊടുക്കാവേ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതൊരു വൈറ്റ് ഷോർട്ട് ടോപ്പാണ്. ഇങ്ങനെ ഒരു ഗ്രീൻ യെല്ലോ കളർ പ്രിൻറ്റ് ത്രെഡ് വർക്ക് വരുന്ന ഹാൻഡ്സ് ഇങ്ങനെ ഇവിടെ ഒരു കുഞ്ഞി സംഭവം ഇങ്ങനെയാണ് ഹാൻഡ്സ് ഇരിക്കുന്നത്. ഷോർട്ട് ടോപ്പാണ്. നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് ഇടാൻ പറ്റുന്ന ഷോർട്ട് ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 200 അല്ല, പ്രൈസ് നോക്കണം. അപ്പോൾ ഇത് നല്ല വൈറ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് സൂക്ഷിച്ച്, ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് എന്ന് തോന്നുന്നു. പിങ്കും വേറെ കളേഴ്സൊക്കെ ഉണ്ട്. ഒന്ന് നോക്കിയാൽ അറിയാം. ഞാൻ ലിങ്ക് കൊടുക്കാം. കുറച്ച് ട്രാൻസ്പെറൻറ്റ് കോട്ടൺ മെറ്റീരിയലാണ്. ഇത് കുറച്ച് എന്താ പറയുക, സമ്മർ വെയർ അങ്ങനെ പറയാം. നല്ല മെറ്റീരിയലാണ്. അപ്പോൾ സമ്മറിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷോർട്ട് ടോപ്പാണ്. ഇനി അജിയോടെ ഇത് കാണിച്ച സ്ഥിതിക്ക് ഞാൻ കാണിച്ചു തരാണ്. ഞാൻ അജിയോന്നൊരു 2 ജീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ജീൻസ് വന്നിട്ട്. റിബ്ഡ് ജീൻസ്, കുറേ നാളായിട്ട് റിബ്ഡ് ജീൻസ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചത്. ഇങ്ങനെ കയറിയിരിക്കുന്ന ജീൻസ് എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. അപ്പോൾ ഇത് 500 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത്. അജിയോയിൽ പല ഓഫറുകൾ വരും കേട്ടോ. ജീൻസൊക്കെ 500 കണ്ടതുകൊണ്ട് 500 ആണല്ലോ എന്ന്. കാരണം ഈ ജീൻസിൻ്റെ ആക്ച്വൽ പ്രൈസൊക്കെ വന്നിട്ട് 1000 സംതിങ് ആണ്. ഇപ്പം കുറച്ച് നാൾ മുന്നേ ഞാൻ നോക്കിയപ്പോൾ 1000 സംതിങ് കിടക്കുന്നു. ഇപ്പം നോക്കിയപ്പം വീണ്ടും അത് ക്ലിയറൻസിൽ വരുമ്പോഴത്തേക്കും 500 നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ ഈ ഒരു ജീൻസ് വാങ്ങിയത്. ഈ ഒരു എന്താ പറയുക, ലൈറ്റ് ബ്ലൂ കളറ് റിബ്ഡ് ജീൻസ് കുറേ നാളായിട്ട് ആഗ്രഹിച്ച് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് കാണാനില്ല, എവിടെയോ പോയി. ഞാൻ യൂസ് ചെയ്ത് അതും റിബ്ഡ് ജീൻസ് ആയിരുന്നു. അപ്പോൾ 2 കൂടി എനിക്ക് 1000 കിട്ടി. അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പിന്നെ 2 സാധനങ്ങൾ കൂടെ കാണിച്ചു തരാവേ. ഞാൻ മീഷോന്ന് വാങ്ങിയത് നല്ല ഭംഗിയുള്ളത് കൊണ്ട് വാങ്ങിയൊരു സാധനമാണ്. അതായത് ഉണ്ട് ഇങ്ങനെയുള്ള ക്ലിപ്സ്, നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ ഒരു 6 കളേഴ്സിൽ വരുന്നത്. ഇത് എനിക്ക് 110 സംതിങ് റുപ്പീസേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ പുറത്തുനിന്ന് ഇത് 20-30 രൂപയാണ് ഒരെണ്ണം. നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. ഒരെണ്ണം വന്നിട്ട് 20-30 രൂപയ്ക്കാണ് നമ്മൾ പുറത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത്. കുട്ടികൾക്ക് വെച്ച് കൊടുക്കാനായാലും നമുക്കൊക്കെ ആയാലും നല്ല ഭംഗിയായിരിക്കും ഇത് വെക്കാൻ. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ ഇത് 110 രൂപയ്ക്ക് കിടക്കുന്ന കണ്ടുകൊണ്ട് വാങ്ങിയതാട്ടോ. അപ്പോൾ ഇതിലുള്ള 6 കളേഴ്സുണ്ട്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു. എന്താ വന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഇയറിങ്സ് ഭയങ്കര ഇഷ്ടമുള്ളവരാണെങ്കിൽ, അതായത് സ്റ്റഡ് കുഞ്ഞി കമ്മലുകളില്ലേ, വലുതല്ല,
എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഏതായാലും എനിക്ക് കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ്. വലുതും ഭയങ്കര ഇഷ്ടമാണ്. വലുത് ഞാൻ ഒത്തിരി മേടിക്കാറുണ്ട്. സ്റ്റഡുകൾ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ മാറി മാറി ഇടാനാണെങ്കിൽ ഒരു പെട്ടി നിറയെ കുഞ്ഞ് സ്റ്റഡുകൾ ഇതാണ്, നോക്കൂ. ഒത്തിരി ഭംഗിയുള്ള കളക്ഷൻസ് അല്ലേ, നല്ല ഭംഗിയുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഭയങ്കര കട്ടിയുള്ള ആ ഒരു ഇതില്ലേ, അതല്ല, കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സ്റ്റഡുകളാണ്. ഒരു പോർഷൻ ഗോൾഡനും ഒരു പോർഷൻ സിൽവറുമാണ്. അതിനാവശ്യമായിട്ടുള്ള ആ ഒരു തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതതിൻ്റെ നമ്മുടെ ബാക്കിലിടുന്നില്ലേ ആ സംഭവമാണ്. അതാ, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 100 and something റുപ്പീസാണ് കേട്ടോ. 100 and something റുപ്പീസാണ്. എല്ലാം കൊള്ളാം, നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്ട്. ഇത് കണ്ടോ, ഇതെന്താ പറയുക, താറാവാണോ, താറാവിൻ്റെയൊക്കെ ഷേപ്പിൽ നല്ല ഭംഗിയായിരിക്കും. സ്റ്റാർ ഉണ്ട്, ഇതാണ് സ്റ്റാർ, കണ്ടോ, സ്റ്റാറിൻ്റെ ഷേപ്പിലുണ്ട്. പിന്നെ ഡക്ക് കാണിച്ചു തരാം, ഡക്കിൻ്റെ ഷേപ്പിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഫോക്കസ് ആവുന്നുണ്ടോയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉള്ള ഇയറിങ്സ്, ഇഷ്ടമുള്ള ഭയങ്കര ബഡ്ജറ്റിൽ നിങ്ങൾക്കിപ്പം ഒരു സെറ്റ്, ഇപ്പം ഒരു കടയിൽ പോവുകയാണെങ്കിൽ 10 രൂപയായിരിക്കും ഒരു സെറ്റ് വരുന്നത്. ഇതിൽ എത്ര സെറ്റ് ഉണ്ടെന്ന് നോക്കാം നമുക്ക്. 36 എണ്ണം വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. 36 പെയേഴ്സ് ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് കാണിച്ചു തരാനുള്ളത്. ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ മേടിച്ചുകൊണ്ട് കാണിച്ചു തന്നുള്ളൂ. കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയാലും. ഞാൻ ഈ ഷോർട്സിൽ ഇടാനായിട്ട് ഇടും കേട്ടോ ഇതിൻ്റെയൊക്കെ. അപ്പോൾ എല്ലാവരും ലിങ്ക് ചോദിച്ചാൽ എൻ്റെ ലിങ്ക് തരാൻ അതിൽ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടെ കാണിച്ചത്. അപ്പോൾ ഇതിൽ ലിങ്ക് ആഡ് ചെയ്യാമല്ലോ. പിന്നെ ഒരു ഐറ്റം കൂടിയുണ്ട്. ഞാൻ ഡെയിലി വെയറിന് വാങ്ങിയിട്ടുള്ള മീഷോന്ന് വാങ്ങിയൊരു ഹീൽസ് എന്ന് പറയാൻ നമുക്ക് നോർമൽ ചപ്പലായിട്ടിടാം. മാത്രമല്ല ഇത്രയും ഹൈറ്റ് ഇല്ലാത്തവർക്ക് ഇടാൻ പറ്റിയ അടിപൊളി സാധനം കേട്ടോ. മാത്രമല്ല നമുക്ക് ഫ്രണ്ട് നല്ല സെക്യൂറാണ്, ക്രോസ് പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാല് നല്ല ഒതുങ്ങിയിരിക്കും, ഒത്തിരി ഒതുങ്ങി. എനിക്ക് ഇങ്ങനെയുള്ള ഇടാനാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ചെയ്യുന്ന സംഭവം കൂടിയുണ്ട്. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും. ഇങ്ങനെ ഒരു ഹീൽസ്, നല്ല സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയൽ. നമുക്ക് ഡെയിലി ഹീൽസ് യൂസ് ചെയ്യണം. ഭയങ്കര ഭംഗിയുള്ള ഹീൽസൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് ഡെയിലി പുറത്ത് പോകുമ്പോൾ ഒന്നും ഇടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഡെയിലി ഓഫീസിൽ കോളേജിൽ പോകുമ്പോൾ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അത് എന്തെങ്കിലും സ്പെഷ്യൽ, നമുക്ക് കല്യാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ ഹീൽസ് മേടിക്കില്ലേ, അതിനേക്കാളും നമുക്കിപ്പം ഡെയിലി ഇടാനാണെങ്കിൽ ഇങ്ങനെ ഒരു ഹീൽസ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഇത് അത്ര പെട്ടെന്ന് പോകത്തില്ല എന്ന് തോന്നും. അഥവാ ഇങ്ങനെ നമ്മൾ തയ്ക്കത്തില്ലേ ഇവിടെ, നമുക്ക് കടയിൽ കൊണ്ടുപോയാൽ നമുക്കിത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ലിങ്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ, അപ്പോൾ ഞാനത് ചെക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല കൂടുതൽ വീഡിയോസ് ഏതാ കാണേണ്ടതെന്നുള്ളത് നിങ്ങൾ എനിക്ക് എന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ കണ്ടൻറ്റ് കിട്ടാനായിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കും എന്ത് ചെയ്യും എന്നുള്ളത്. കിട്ടുന്ന സമയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുന്നതാണ്. കാരണം വേറൊന്നും എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് നമുക്കൊരു ഐഡിയ വരണ്ടേ, അത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ ആഗ്രഹമുള്ളത് പറയൂ, അപ്പോൾ ഞാനത് ചെയ്യാം. ടാറ്റാ, ബൈ.